ഗൈസ്, ഞായറാഴ്ച ആയിട്ട് ഇന്ന് എങ്ങോട്ടും പോകണ്ട, ഫ്ലാറ്റിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഫ്ലാറ്റിൽ ഓക്കെ എന്തൊക്കെയാണ്, നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, സ്കൈ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഗോപിയാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, നമുക്കൊന്ന് ലോണവാല പോയാലോ എന്ന്. കുറേ ആൾക്കാർ സ്റ്റോറി ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, നല്ല കോടയൊക്കെ ആയിട്ട്. ഗോപികേ പോയാലും നമുക്ക് ഈ എങ്ങോട്ട് പോകണ്ടെങ്കിലും മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങുള്ളൂ. നമുക്ക് എന്നാ പോയാലോ എന്നാല്? ഉച്ചയായിട്ടുണ്ട് ഇവിടെ ഏകദേശം. വേറെ ആരും കൂടി ഉണ്ടോയെന്ന് ചോദിക്കാം, നമുക്ക് ബെന്നീനും കൂടി ഉണ്ടോയെന്ന് ചോദിക്കാം. ജസ്റ്റ് വിളിച്ചു നോക്കാം, വരുമോയെന്ന് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1:22 ആയിട്ടുണ്ട്. വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ല, ഈ ഒരു സമയമുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ മൺസൂൺ റൈഡായിട്ട് എവിടെയും അങ്ങനെ പോയിട്ടില്ല. ഗോള് പോകുന്നില്ലല്ലോ. എന്നിട്ട് നമ്മളോട് പറയാതെ ട്രിപ്പ് പോയോ? കണക്ട് ആയി. ബെന്നി എവിടെയുള്ളേ? ഞാൻ കോള് കണക്ട് ചെയ്യാതെ വിചാരിച്ചു എങ്ങോട്ടേലും ട്രിപ്പ് പോയിന്ന് വിചാരിച്ച്. എന്താ അവസ്ഥ? ഒരു ട്രിപ്പ് പോയാലോ, ഒരു ലോണവാല പോയി വന്നാലോ? 1.5 അത് നോക്കണ്ട, നമുക്ക് പോയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലല്ലേ. ലോണവാല ക്ലൈമറ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് കാണിക്കുന്നത്. വാ ബായി, ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? മടി പിടിക്കണ്ട, വാ പോവാ. ഈ പ്രാവശ്യം നമ്മൾ ആകെ 2 ട്രിപ്പേ പോയിട്ടുള്ളൂ. ലോണവാലല്ലേ, ജസ്റ്റ് പോയിട്ട് വൈകുന്നേരം നമുക്ക് തിരിച്ചു വരാം. നല്ല ചൂട് മാഗിയും ചായയും കുടിച്ചിട്ട് വരാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല കോടയും കിട്ടും. കൺഫേം ആണ് ഭായി. ഞങ്ങൾ ഇതാക്കണേ, ഗോപിക്ക് ഇതാക്കണേ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇറങ്ങും. അതാ ഈ മൂഡാണ് നമുക്ക് വേണ്ടേ. എന്താ ഓക്കെ. വേറെ ആരെയും കൂടി കൂട്ടിക്കോ. ഏത് വണ്ടി എടുത്തിട്ടാ വരുന്നേ? ബുള്ളറ്റോ അഡ്വഞ്ചറാ? ഓക്കെ, ഞാൻ എന്തായാലും ഇന്റർസെപ്റ്റർ എടുത്തിട്ടാ വരുന്നത്. ഓക്കെ ശരി. ഗോപിക ബെന്നി ഓക്കെയാണ് പോവാൻ. കഴിഞ്ഞിട്ടില്ല എൻ്റെ പോവാ. ഓക്കെ ബാ. വണ്ടികളൊക്കെ പൊടി കാർമലൊക്കെ ഫുള്ള് സിമൻറ്റ്, അവിടുന്ന് ഫുള്ള് സിമൻ്റായിട്ട് ആകെ പണിയായിട്ട് കളിക്കാം. റിസപ്റ്റർ ലാസ്റ്റ് അന്ന് അഹൂപ്പ പോയിട്ട് ട്രിപ്പ് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് ബാറ്ററി ഫുള്ള് ഇറങ്ങിപ്പോയി. ബാറ്ററിക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ആരും ഇട്ടിട്ടില്ല. റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. ബിൽഡിങ്ങിന് പണി നടക്കുമ്പോൾ കുറച്ച് സിമൻറ്റ് വീണതാണ്. ഒന്നും പറയണ്ട, ഫുള്ള് പോളിഷ് ചെയ്ത് കഴിഞ്ഞാലേ പോകുള്ളൂ.
എന്താണ് പോയി സമയത്തിനൊക്കെ വന്നിടെ. നമ്മളെ ബെന്നി എത്തിയിട്ടുണ്ട്. ബാക്കിൽ പ്രചോദേട്ടൻ, ഇത് നമ്മളെ പുതിയ ഒരാളാണ്. ബെന്നി നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്. പ്രചോദേട്ടൻ ലോണാവാലപ്പല്ല കിട്ടില്ല, ഹെൽമെറ്റൊക്കെ ഇട്ട് വന്നിട്ടല്ല. അവിടെ നല്ല ക്ലൈമറ്റാന്ന് പറഞ്ഞു ലോണാവാലയില്. ഇവിടെ എമ്മാരി ചൂടാ. എന്നാലും പോവാ. ബാഗ് ഉണ്ടല്ലോ, എന്തെങ്കിലും കഴിക്കണ്ട. എന്നാ പോവാ. ഏകദേശം ലോണാവാല എത്താൻ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടി ഉള്ളൂ തോന്നുന്നുണ്ട്. മുംബൈയിലേക്ക് ഇവിടുന്ന് ഇനി 125 കിലോമീറ്റർ. ഗോപിക, അവിടെ പോയിട്ട് ക്ലൈമറ്റ് ഉണ്ടാവുമോ? ഇവിടെ നല്ല ചൂടാണല്ലോ. നേരത്തെ ആരൊക്കെ സ്റ്റോറി കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ബെന്നീനും പ്രചോദേട്ടനും കാണുന്നില്ല. ഇന്നലെ ബ്ലോക്കിലിട്ട് പോയിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷെ ആകാശം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ല ക്ലൈമറ്റ് ആയാലും അടിപൊളിയാവും. അവിടെ കാണുന്നുണ്ട് ബാക്കിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് അത് സൈഡിൽ കൂടെ അങ്ങോട്ട് എടുത്ത് പോകുന്നു. ഇവിടെ അത് പെട്ടെന്ന് തോന്നുന്നുണ്ട്, കാണുന്നുണ്ട് അവിടെ. ഇനി ഏകദേശം 20 അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് ഒരു ഇതുണ്ടാവും, നമുക്ക് വയനാട് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ് ലോണാവാല. എത്രാമത്തെ പ്രാവശ്യം ഗോപിയെ ലോണാവാല പോകുന്നത് വല്ലതും അറിയോ? കുറേ തവണ പോയില്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ലോണാവാല എത്തിയിട്ടില്ല, ഒരു 6 കിലോമീറ്ററും കൂടി ഉണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് വെക്കുന്നത് മഴ. കുറച്ച് സമയം കൊണ്ടാണ് ഒറ്റയടിക്ക് ക്ലൈമറ്റ് മാറിയത്. ഇവിടെ എത്തിയതും പെട്ടെന്ന് മഴ പെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇനി അങ്ങോട്ട് തണുപ്പുണ്ടാവുമോ എന്നറിയില്ല. ഗോപിക, എങ്ങനെയുണ്ട്? പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയില്ലേ? മഴ. ഞങ്ങൾ റെയിൻകോട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. റൈഡിങ് ജാക്കറ്റ് വരെ എടുത്തിട്ടില്ല. എല്ലാവരും ലോണാവാല വീക്കെൻഡ്സിലധികം വരുന്ന സ്ഥലമാണ് ഇവിടെ ലോണാവാല. ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. അവിടെ കാണാമല്ലോ, ഒരു റെയിൻകോട്ട് ഇടാൻ വേണ്ടി നിർത്തിയെന്ന് തോന്നുന്നു. നമുക്കറിയാം മഴ ഉണ്ടാവുന്നു, പക്ഷേ നമ്മൾ റെയിൻകോട്ടൊന്നും എടുക്കാൻ തന്നെയാണ്, റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇടാതെ. മഴ കൊള്ളാന്ന് വിചാരിച്ചിറങ്ങിയതോ അല്ലേ? നല്ല മഴയാണ്. അവിടെ കാണാൻ പറ്റുക, എവിടെ പോയിന്ന് അറിയില്ല. വിചാരിച്ച മഴ തന്നെ നല്ല ക്ലൈമറ്റ്. പക്ഷെ മഴ കുറഞ്ഞിട്ട് കോട കിട്ടണം, എന്നാലും ഒരു സുഖമുണ്ടാവുമല്ലോ. കാണാമല്ലോ, അവിടെ എവിടെ പോയിന്ന് അറിയില്ല. റെയിൻകോട്ട് എടുത്തിട്ടില്ല. നിങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടില്ലേ? നമ്മൾ റെയിൻകോട്ട് ഇട്ടിട്ടില്ല, ജാക്കറ്റും ഇട്ടിട്ടില്ല.
എങ്ങനെയുണ്ട്? എടാ പെട്ടെന്നല്ലേ ക്ലൈമറ്റ് മാറിയത്. അത് അവിടെ വെയിലായിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ക്ലൈമറ്റ് മാറി. വാ പോവാ, അല്ലാണ്ടെന്ന് ഞങ്ങൾ എന്തായാലും മഴ കൊള്ളാന്ന് വിചാരിച്ച് ഇറങ്ങിയത്, റെയിൻകോട്ടൊന്നും എടുക്കാതെ. പ്രചേട്ടങ്ങളൊന്നും ഒരു ഉഷാറില്ലാത്തത്. അപ്പോൾ ഗൈസ് ലോണവാലെത്തി. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല കിടിലൻ ക്ലൈമറ്റ്. ലോണവാല എൻട്രി ചെയ്ത സ്ഥലം. ഇവിടെ ഒരു ചോളം കഴിക്കാം, ചൂട് ചോളം. ചേട്ടാ ഹെൽമെറ്റ് ഒരു ഇന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താ ഒരു നാണോ അങ്ങനെ? ഗോപിയ അടിപൊളിയല്ലേ ക്ലൈമറ്റ്? അങ്ങനെ ഉണ്ടോ പോനെ? കിട്ടില്ലേ? പക്ഷെ നമ്മള് ഇത് പറഞ്ഞ മാഗിയും ചായയും ചെറുതാ. ചേട്ടാ അടുത്ത് നല്ല ചൂട് മാഗിയും ചായയും. അത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് കഴിക്കാം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമോ ബെന്നി? എന്നല്ലാണ്ട് ഒറ്റ മൂട് വരുന്നോന്ന് ചോദിച്ച് പോവാ. ബെന്നി ആദ്യം ഒന്ന് കിണുങ്ങി പോണോ ഉറപ്പാണോന്ന് വെച്ചിട്ട്, പിന്നെ പോവാന്ന് പറഞ്ഞു. അടിപൊളി ക്ലൈമറ്റ് ആണ് കഴിച്ചത്. ഇത് ഇവിടെ ഡാമാണ്, ഡാം അടിപൊളിയാണ്. ഇവിടെ ഡാം അത്യാവശ്യം വെള്ളം അങ്ങനെ വരുന്നത്. നല്ല കിട്ടുന്ന കോടായിരിക്കും. ഇനി കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ടാവും. എങ്ങും കോട, ഫുൾ കോട. ഇതാണ് ലോണവാല, യഥാർത്ഥ ലോണവാല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അടുത്ത മാസം തൊട്ടാന്ന് തോന്നുന്നുണ്ട് മറ്റേ നീലക്കുറിഞ്ഞി. കഴിഞ്ഞ പ്രാവശ്യം ഒരു നീലക്കുറിഞ്ഞി ഉണ്ടായിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ട്. ലോണവാലയിൽ വന്നിട്ട് വെറുതെ ആയില്ല. നല്ല ക്ലൈമറ്റ്, നല്ല മഴ, പുല്ല്, നല്ല മഴയാണ്, നല്ല കാടാണ്, നല്ല തണുപ്പ്. നമ്മൾ റൂമിലൊന്നും ഇരുന്നാലും കിട്ടുന്നില്ല, വെറുതെ അറിയാം. അവളോട് മഴ കൊള്ളാന്ന് വെച്ചാൽ കാറിൽ ഇരിക്കേണ്ട, ബൈക്കിൽ വരാൻ പറയും.
ഗൈസ് അടിപൊളി ഫുൾ കോട. ഗോപിക എങ്ങനെയുണ്ട്? നമ്മളിന്ന് റൂമിലിരുന്ന് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് മിസ്സാവൂലേ? അപ്പം ലോണോല വന്നത് അടിപൊളി. നല്ല കോടയാണ് ഗൈസ്, നല്ല കോട വെച്ചാൽ നല്ല കോടയാണ്. ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, പക്ഷേ കോട. പിന്നെ കോട എങ്ങനെയുണ്ട്? ഒന്നും കാണാൻ പറ്റില്ല, അടിപൊളി. ക്യാമറയിൽ എത്ര കാണാൻ പറ്റുന്നറിയില്ല, പക്ഷെ അടിപൊളി കോട. ചേട്ടാ ഹെൽമെറ്റൊക്കെ ഊരി ഒന്ന് കാണി, കോട കാണി. കുറച്ച് മഴയൊക്കെ കൊള്ളട്ടെ. പനി പിടിച്ച് 2 ദിവസം ലീവ്. ഓ അടിപൊളി. ഫുള്ള് കോട. അപ്പം പുകയൊക്കെ അത് വരും ആയിക്കോട്ടെ. കാച്ചാ തിരിഞ്ഞു നിന്നിട്ട് ഓടി. നല്ല കഴിക്കാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. നല്ല കോടയാണ് പുറത്ത്. കോട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികളൊന്നും കാണുന്നില്ല വരുമ്പോൾ. അതായത് പൊട്ടറ്റയും കാന്താ ബജ്ജി. നല്ല ഇത് പൊട്ടറ്റ ബജ്ജിയാണ്. എത്ര തോനെയൊക്കെ ഉണ്ടല്ലേ? ഇതൊരു പ്ലേറ്റ് തന്നെയല്ലേ പറഞ്ഞത്? ഒരു പ്ലേറ്റ് തന്നെ പറഞ്ഞാൽ 100 രൂപയായിരിക്കും. നല്ല ചൂടുണ്ട്, നല്ല ചൂട് സാധനമാണ്. കുഴപ്പമില്ല, ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ചൂടുള്ള സാധനം നമ്മൾ വായൊക്കെ ഇടുമ്പോൾ ആ ഫീല് അറിയില്ലല്ലോ, വായിലെത്തുമ്പോൾ തണുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി കോഫി വന്നു. ഒരു കാന്താ ബജി, ഒരു ആലു ബജി, ഇനി ഒരു മിർച്ചി ബജി, 3 എണ്ണം. മാഗി കഴിച്ചില്ല. പുറത്ത് നല്ല കോടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോടയാണ് കണ്ടോ. പുറത്ത് നല്ല കോടയാണ്, ഫുൾ ആൾക്കാരാണ്. വീക്കെൻഡ്സിൽ മൊത്തം ആൾക്കാർ. അടുത്ത് കാന്താ ബജി വന്നിട്ടുണ്ട്. നമ്മളെ ഉള്ളിൻ്റെ നാട്ടിലെ ഉള്ളി എന്താണ്, ചെറിയ ഉള്ളിവട മാതിരി ഇങ്ങനെ പൊരിച്ചതാണ്. ഇതങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? രണ്ടുപേര് മുളക് ബജി വേറെ കമ്പനിയൊക്കെ പിന്നല്ലേ. ചേട്ടാ എത്ര പൈസ കണിക്ക്? 610 റുപ്യ. ഒരു കാന്താ ബജി, ഒരു ആലു ബജി, ഒരു മുളക് ബജി, 4 കോഫി, 610 റുപ്യ. ഇവിടുത്തെ ഉള്ളിലേക്കുള്ളതെന്ന് തോന്നുന്നുണ്ട്. നല്ല റേറ്റ്. നല്ല കോടയാണ് ഗൈസ് പുറത്ത്. കോട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലോ, നല്ല കോടയാണ്. പോണ്ടേ? അപ്പം വന്നു, കഴിച്ചു, കോട കണ്ടു. കോട കണ്ടു. നമുക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി നോക്കാം. അവിടെ നല്ല കോട. ഇവിടേക്കൊന്നും ഒന്നും കാണൂലെന്ന് തോന്നുന്നുണ്ട്. മഴ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കസാലയിൽ ഇരുന്നിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് കഴിക്കാം, ഈ കോടയിൽ ഇരുന്നിട്ട്. പക്ഷെ നല്ല മഴയാണ്. ഇവിടേക്ക് കണ്ടോ, ഒന്നും കാണുന്നില്ല അപ്പുറത്തേക്ക്. ഈ കോട പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്രീനറി നല്ല ഇത് കിട്ടും. പക്ഷെ നല്ല കോടയാണ്.
ഒന്നും കാണുന്നില്ല, അപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. നമ്മൾ ലോണോല വരുമ്പോൾ എപ്പോഴും ഇവിടുന്ന് ഡൈകാസ്റ്റ് ഈ കടയിൽ നിന്ന് മേടിക്കലുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ ഈ ഒരു ലാൻഡ് ക്രൂയിസറും പിന്നെ അതാ കിടക്കണം. കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന സാധനം ഇത് കിട്ടില്ല. അങ്ങനെ ഇത് കിട്ടി. അങ്ങനെ ഈ ലാൻഡ് ക്രൂയിസർ മേടിച്ചത് ഇതൊക്കെയാണ് ചേട്ടൻ. ചേട്ടാ വെൽക്കം ടു ഫാമിലി. ഇതൊരു തുടക്കമാവട്ടെ. നമ്മളെ സാധനം വെക്കണം. ഈ സാധനം എനിക്ക് ഇതാണ് ഗോപികയാണ് മേടിച്ചു തരുന്നത്. ഗോപിക കൊടുക്കൂലേ? ബില്ല് കൊടുക്കൂലേ? ഈ മേടിച്ചു പോയിട്ട് ഞാൻ എടുത്ത് നമ്മള് സാധനം മേടിച്ച സാധനം വീലിലുള്ള ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. നിസ്മോ കറക്റ്റ് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം സെറ്റാണ്. കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് കിടന്ന സാധനം നല്ല വിചാരിച്ച കളറിന് കിട്ടി. ഓക്കെ. ഇവിടെ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര കളക്ഷൻസ് അവിടെ ഉള്ളത്. ഇവിടെ ഈ അടിപൊളി സാധനങ്ങൾ വെക്കുന്നത് ഇത് നൈസ് സാധനമാണ്. പിന്നെ ഗോപി ഇതൊന്നും തിരിക്കി ഈ M4 GT ഇതൊക്കെ ഇതൊരു നൈസ് സാധനമാണ്. കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ ലോണവാല വരുമ്പോൾ ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കലുണ്ട് കേട്ടോ. അടിപൊളി സാധനങ്ങൾ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. വന്നു കഴിഞ്ഞാൽ ഏതാ നമ്മൾ മേടിക്കാന്നുള്ളൊരു കൺഫ്യൂഷനായി പോകും. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നല്ല റേറ്റുള്ള ലൈസൻസ്ഡ് പ്രോഡക്റ്റാണ്. പിന്നെ മഴയത്തൊന്നും അതിന് വെള്ളാവൂലേ? ബെന്നി എന്തെങ്കിലും ഒന്ന് മേടിക്ക്. ഞാൻ കീച്ച മേടിച്ചില്ലേ? കീച്ച ഒരു ഡൈകാസ്റ്റ് മേടിക്കും. ബെന്നി മേടിക്ക്. ഗൈസ് ഗോപിക അങ്ങനെ അത് എനിക്ക് മേടിച്ചു തന്നു. താങ്ക് യു.